ബഹുമാനപ്പെട്ട മന്ത്രി കെ ബാബു അനുശോചന പ്രസംഗം നടത്തി. പ്രിയപ്പെട്ടവരെ, ശ്രീ റിനോയുടെ ആകസ്മിക നിര്യാണത്തിൽ ഈ കുടുംബത്തിനും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കുമുള്ള ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. വളരെ ആകസ്മികമായി വന്ന ഈ മരണം ഈ കുടുംബാംഗങ്ങളെ എല്ലാം ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളതുപോലെ തന്നെ ഈ കുടുംബവുമായി സൗഹൃദമുള്ള ഞങ്ങൾ ഓരോരുത്തരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഒരിക്കൽ കൂടി അനുശോചനം അറിയിക്കുകയും ഇവർക്കെല്ലാം വളരെ വേഗത്തിൽ സമാധാനവും എല്ലാം തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട സക്രിയാച്ചന് ഒരു വാക്കിൽ അനുശോചനം. ബഹുമാനമുള്ള വൈദികരെ, കർത്താവിൽ പ്രിയരെ, സന്തത കുടുംബാംഗങ്ങളെ, ദുഃഖസാന്ദ്രമായ ഈ അവസരത്തിൽ കടന്നു പോകുമ്പോൾ മരണത്തിൻ്റെ ശക്തികളെ തോൽപ്പിച്ച കർത്താവ് പ്രിയ മക്കൾക്ക് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗലോകം വിട്ട് ഈ താണ ലോകത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ഇഴുകിച്ചേർന്ന് കഷ്ടതയുടെയും മരണത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ സ്നേഹിതനും ജ്യേഷ്ഠ സഹോദരനും രക്ഷകനും ഇന്നും ജീവിക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുന്ന കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കൽ ഉള്ളുന്നത് കലങ്ങി കണ്ണുനീർ വാർത്ത ആ ദുഃഖത്തിൽ ഏകീഭവിച്ച പ്രിയപ്പെട്ട നാഥൻ ഈ പ്രിയ മക്കൾക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ സേവനമനുഷ്ഠിച്ച മന്നമരുതി ബഥേൽ ഇടവകയിലെ മടത്തിപ്പറമ്പിൽ കുടുംബാംഗമാണല്ലോ പ്രിയപ്പെട്ട ജെസ്സി. അന്ന് മുതൽ ആ കുടുംബമായി ബന്ധപ്പെടുവാനും സ്നേഹം പുലർത്തുവാനും സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് മോളമ്മയുടെ നാത്തൂൻ്റെ മകനാണ്. ആ വിധത്തിൽ ഉള്ള ബന്ധവും ഈ കുടുംബവുമായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനവും പ്രാർത്ഥനയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ പ്രിയ മക്കൾക്ക് സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ MP PT തോമസ് സാർ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ബേബിച്ചായനുമായുള്ള ബന്ധവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ സണ്ണിയുമായുള്ള ദീർഘനാളത്തെ ബന്ധവുമാണ് ഇവിടെ എത്തിച്ചേരുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. പ്രിയ മകൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ക്രൈസ്തവ വിശ്വാസ പ്രമാണമനുസരിച്ച് മരണം പുതിയൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ് എന്നാണ് കരുതുന്നത്. നിത്യജീവിതത്തിൽ നിത്യാശ്വാസത്തോടെ കടന്നുപോയാൻ അവസരമൊരുക്കിയ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബവും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും അനുഭവിക്കുന്ന തീവ്രമായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അഡ്വക്കേറ്റ് സനൽകുമാർ CPM ജില്ലാ സെക്രട്ടറി. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരെ, അത്യന്തം വേദനാജനകമായ ഒരു വേർപാടാണ് റിനോയുടെ വേർപാടിലൂടെ ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഈ കുടുംബം ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ സ്നേഹം വാത്സല്യങ്ങൾ നൽകുന്നൊരു കുടുംബമാണ്. എന്നെ സംബന്ധിച്ച് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പ്രിയപ്പെട്ട ബേച്ചായൻ്റെയും സണിച്ചായൻ്റെയും എല്ലാം
പിതാവിൻ്റെ കാലം മുതൽ തന്നെ ഈ വീടുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് താങ്ങാൻ കഴിയാത്ത ഒരു വേർപാടാണ്. പ്രിയപ്പെട്ട സണ്ണിച്ചായനോടും പ്രിയ റിനോയുടെ മാതാവ്, സഹോദരങ്ങൾ നെയ്ച്ചായനും കൊച്ചുമോനും എല്ലാം അടങ്ങുന്ന ഈ കുടുംബാംഗങ്ങളോട് ദുഃഖത്തിൽ ഞാൻ വ്യക്തിപരമായി പങ്കുചേരുന്നു. CPIM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അനുശോചനം ഞാനിവിടെ അറിയിക്കും. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ദയവായി മുമ്പോട്ട് വരണം. ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കും. ദയവായി ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കാണുന്നവരും ചെയ്യണം. നിങ്ങൾ ദയവായി ഇതിൽ സഹകരിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. വിളിക്കും നേരം കാണുമെൻ വരും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണുമെൻ വരും. കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതായി ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ വരും, വിളിക്കും നേരം കാണും, ുരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻസേകത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണുമെൻ വരും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും, വിളിക്കും നേരം കാണും എന്തരും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശ്രേഷ്ഠാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ മകന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവന്റെ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യനും അതുപോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിക്കുമാറാക്കി, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സാദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നുവെന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റത്തിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായാരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാന ജീവനുള്ള നീൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കോൽ പകരം നൽകും മച്ചിയായേ. കുറ്റങ്ങളെ നീ വായിച്ച് അന്യായങ്ങളെ താഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കോ ന്യായാധിപനാമസിഹായേ. ലാസരിനെ
മരിച്ചവരിൻ ഇടയിൽ നിന്നെഴുന്നേൽപ്പിച്ച വിശ്വാസികളെ കബറിൽ നിന്നെഴുന്നേൽപ്പിക്കും. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടുപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയല്ല ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓ ശുഭബുക്കുൽസുബാനിലവാൽമീൻ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മകന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകളുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഈ ഞങ്ങളുടെ മകന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ പ്രിയമകന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും
പ്രത്യേകമായി ഭവനത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തുള്ള ഉറപ്പാണ് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില നീ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹശോ ബബുക്കോൽ ശുബാൽ ഓൽമിൻ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെ ആയിരിക്കുന്നുവെന്നും നാളെ നാം എവിടെ ആയിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴികളിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവനടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമീൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഭാഗ്യവാനായ പൗലോസ്ലിയ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മനുഷ്യരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല.
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവെ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയ പൈതലിൻ്റെ ആകസ്മികമായ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, വിശ്വാസ സമൂഹമേ, മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണം ഉള്ളവൻ എന്നുള്ളതാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതെങ്ങനെയാണ്, ഏതുവിധമാണ്, എപ്പോഴാണ് എന്നുള്ളത് മാത്രം നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് തിരുവചനത്തിൽ ധാരാളം ഓർമ്മപ്പെടുത്തലുകളുണ്ട്. മനുഷ്യജീവിതം 4 വിരൽ നീളം മാത്രം. അത് കാറ്റ് പോലെയാണ്, അത് പുല്ല് പോലെയാണ്, അത് ശ്വാസം പോലെയാണ് എന്നൊക്കെ നമ്മൾ തിരുവചനത്തിൽ വായിക്കും. ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവർക്ക് നൽകിയതായിട്ടുള്ള ഈ പ്രിയ മകൻ അവൻ്റെ നല്ല കൊച്ചു പ്രായത്തിൽ ആകസ്മികമായി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖം താളം കെട്ടി നിൽക്കുന്ന, ഹൃദയവേദന ഉളവാക്കുന്ന ഒരു നിമിഷമാണ്. ഈ അവസരത്തിൽ അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് പറയുക എന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ ലോകം ദൈവം തമ്പുരാൻ നമുക്ക് ജീവിപ്പാൻ തന്നിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. മനോഹരമായ പുഷ്പങ്ങൾ അതിലുണ്ടാകുമ്പോൾ അതിൻ്റെ മനോഹരതയും അതിൻ്റെ മണവും ആ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്നതായ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം കടാതെ ആകർഷിക്കും. അതിലേറ്റവും മനോഹരമായ നർമ്മണം പരത്തുന്ന അതിൽ ഉള്ള പൂവിൽ ഒന്ന് ഇറുത്ത് നമ്മുടെ നെഞ്ചിലോ തലയിലോ നമ്മൾ വെക്കും. ഈ ലോകം ദൈവത്തിൻ്റെ മനോഹരമായ പൂന്തോട്ടമാണ്. അതിലെ മനോഹരമായ പുഷ്പങ്ങളാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് ഹിതം തോന്നിയതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഈ പൈതലിനെ അവന് പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മിൽ നിന്ന് അവനെ കർത്താവ് ഇറുത്തെടുത്ത് തൻ്റെ നെഞ്ചോട്, തൻ്റെ മാറോട് ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസ കണ്ണാൽ കാണുവാനായിട്ട് സാധിക്കണം. ഒരു നാൾ നാം ഈ പൈതലിനെ കണ്ടുമുട്ടുന്നതായിട്ടുള്ള ഒരവസരമുണ്ട്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ. ഈ അവസരത്തിൽ അനേക വിശുദ്ധരോടുകൂടെ ചേർന്ന് പ്രിയ പൈതലിനെ കണ്ടുമുട്ടുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഇടയാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, ആശിക്കാം. ആ വലിയ പ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ ഈ പൈതലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയായി തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഈ ഭവനവുമായി വളരെയധികം ആഴമായ ബന്ധം എനിക്കുണ്ട്. ഞാൻ കാട്ടുനിലം സെൻറ് തോമസ് ഇടവകയിൽ അല്പകാലം ഇടവക ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കുടുംബവുമായി വളരെ ആഴമായ ബന്ധമുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം, കുഞ്ഞുങ്ങളുടെ വാത്സല്യം, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ഒരു ടേം എനിക്ക് കുവൈറ്റിൽ അഹമ്മദി ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ, ശുശ്രൂഷയിൽ ഏർപ്പെടുവാനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ നന്മയും വളർച്ചയും ഒക്കെ എനിക്ക് കാണുന്നതിന്, അവരുടെ കരുതലും സ്നേഹവും, അവരുടെ വാത്സല്യം, അവർ തമ്മിലുള്ളതായിട്ടുള്ള അവരുടെ സ്നേഹബന്ധങ്ങളും
ഒക്കെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും അവരോടുകൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമൊക്കെ സാധ്യമായിട്ടുണ്ട്. അവർ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള നല്ല പൈതൃകങ്ങൾ സഹോദരങ്ങൾ പരസ്പരം അത് കൈമാറുകയും അവരുടെ കുഞ്ഞുങ്ങൾ അവർ പരസ്പരം അത് ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്നതായിട്ടുള്ള അവസരമാണ്. ഈ ഒരു അവസരത്തിൽ അവരിൽ നിന്ന് ഈ പ്രിയ പൈതലിനെ ദൈവം തമ്പുരാൻ ആകസ്മികമായ സന്ദർഭത്തിൽ വിളിച്ച് വേർതിരിച്ചപ്പോൾ അതിൻ്റെ ദുഃഖം വളരെ ആഴമുള്ളതാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ലോകം തരുന്ന സമാധാനം അത് ശാശ്വതമല്ല. അത് ഏത് വിധത്തിലായാലും അത് ശാശ്വതമല്ല. എന്നാൽ നിത്യമായ സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ദൈവ സാന്നിധ്യം ഈ വാത്സല്യ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കട്ടെ. അഹമ്മദി ഇടവക ജനങ്ങളുടെ പേരിലും കാട്ടുനിലം ഇടവകയിലെ പ്രവർത്തകരുടെ പേരിലും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ബഹുമാനമുള്ള വൈദികരുടെ പേരിലുമൊക്കെയുള്ള അനുശോചനം, എൻ്റെ വ്യക്തിപരമായ അനുശോചനം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനായ കർത്താവേ, അവിടുത്തേക്ക് ഹിതമായപ്പോൾ തിരുസന്നിധിയിലേക്ക് വിളിച്ചടുപ്പിച്ച പ്രിയ മകൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകവാസ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചവനായ കർത്താവേ, അവിടുത്തെ ആശ്വാസം പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സണ്ണിയെയും ജെസ്സിയെയും കുഞ്ഞുങ്ങളെയും, സണ്ണിയുടെയും ജെസ്സിയുടെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടെങ്കിൽ വളരെ ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നതായിട്ടുള്ള നിന്റെ മക്കൾക്ക് അവിടുന്ന് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്നറിയിച്ച കർത്താവേ, അവിടുത്തെ ദിവ്യമായ സമാധാനം പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ലോകത്തിന് കൊടുക്കുവാനോ എടുക്കുവാനോ സാധിക്കാത്ത ആ സമാധാനം പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. കർത്താവെ, വലിയ പ്രത്യാശയോടുകൂടെ പ്രിയ മകനെ യാത്ര അയക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മകൻ ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ തന്നെയും വീണ്ടും പ്രിയ മകനെ മുഖാമുഖമായി കാണുന്നതായിട്ടുള്ളൊരവസരമുണ്ട് എന്നോർത്ത് ആശ്വസിക്കുവാൻ, അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. അവിടുത്തെ ദിവ്യമായ സമാധാനം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ശവസംസ്കാര സംബന്ധമായും ചെയ്യുന്ന എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. പ്രകൃതി അനുകൂലമാക്കണമേ. എല്ലാം അനുഗ്രഹമായി നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നർത്ഥമുള്ള കുറിയിലായസനെന്നും ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നർത്ഥമുള്ള ക്രിസ്തയിലായസനെന്നും പ്രതിവാക്യമായിട്ടല്ല. കുറിയേലായേസോൻ ക്രിസ്തേലായേസോൻ കുറിയേലായേസോൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടവും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിക്കണമേ. ശക്തിയും മഹത്വവും സകല ബുദ്ധിയെയും കവിഞ്ഞതായ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മെശിഹായെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷവും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ സമാപിച്ചു. ഇനി ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ അവർ വന്ന് കാണുന്നതിനുള്ള സമയവും ഇപ്പോഴാണ്. അതിനുശേഷം ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. നിരണം സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിലേക്ക് പോകുന്നതിനുള്ള വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവരവരുടെ വാഹനത്തിൽ വരുന്നവർക്കും കടപ്പറ ജംഗ്ഷനിൽ നിന്ന് തോംസൺ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന 5 കിലോമീറ്റർ കാട്ടുനിലം നിരണം സെന്റ് തോമസ് മാർത്തോമാ ചർച്ച്. ജനങ്ങൾ കണ്ടു കഴിഞ്ഞവർ ദയവായി പള്ളിയിലേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളിൽ സഹകരിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഭവനാംഗങ്ങൾക്ക് ഭൗതിക ശരീരത്തോടെ യാത്ര പറയുന്നതിനും ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളുടെ സ്നേഹ സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു.